ആണ് വസ്തുനികുതി കുടിശ്ശികയുടെ പിഴപ്പലിശ ഒഴിവാക്കി. മാർച്ച് 31 വരെ പിഴപ്പലിശ ഈടാക്കില്ല. നേരത്തെ പിഴപലിശ ചേർത്ത് നികുതി അടച്ചവർക്ക് അടുത്ത വർഷത്തെ നികുതിയിൽ വരവ് ചെയ്യും. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ എന്താണ് ശ്രീജിത്ത്? റീജിത്ത്, തദ്ദേശ സ്ഥാപനങ്ങളിലാണ് നമ്മൾ ഈ നികുതി കുടിശ്ശിക അടയ്ക്കുന്നത്. അവിടെ കുടിശ്ശികയുടെ പിഴപ്പലിശ അടക്കം ഈടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഈ പിഴപ്പലിശ ഈടാക്കണമെന്ന തരത്തിലുള്ള അപേക്ഷകൾ ധാരാളമായി തദ്ദേശ ഭരണ വകുപ്പിലും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലും ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് 31 വരെ ഈ നികുതി കുടിശ്ശികയുടെ പിഴപ്പലിശ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഉത്തരവാണിപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാർച്ച് 31 വരെ ഈ പിഴപ്പലിശ ഈടാക്കില്ല. ഇതിനോടകം പിഴപ്പലിശ ഉൾപ്പെടെ വസ്തുനികുതി ഒടുക്കിയിട്ടുള്ളവർക്ക് പിഴപ്പലിശ അടുത്ത വർഷത്തെ നികുതിയിൽ വരവ് ചെയ്യുന്നതിന് ആവശ്യമായ ക്രമീകരണം ചെയ്യണമെന്നാണ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും വസ്തുനികുതി കുടിശ്ശികയുടെ പിഴപ്പലിശ മാർച്ച് 31 വരെ ഒഴിവാക്കി. നേരത്തെ കുടിശ്ശിക അടച്ചവർക്ക് അടുത്ത വർഷത്തെ വസ്തുനികുതിയിൽ അത് വരവ് ചെയ്യും എന്നതാണ് സർക്കാരിൻ്റെ തീരുമാനം. ആർ ശ്രീജിത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.